ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA മലയാളത്തിൻ്റെ 4th സെമസ്റ്ററിലെ ഒരു സബ്ജക്റ്റാണ് പ്രാചീന മധ്യകാല മലയാള കവിത എന്നുള്ളത്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് രാമകഥാപാട്ടിനെക്കുറിച്ച് പറയുന്ന ഭാഗം. അവ്വാടുതുറ അയ്യപ്പള്ളി ആശാൻ രചിച്ച ഒരു ജനകീയ മഹാകാവ്യമാണ് രാമകഥാപാട്ട്. രാമായണ കഥയെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ഒരു കാവ്യമാണിത്. AD 1400 രചിക്കപ്പെട്ട ഒരു കാവ്യമാണ് രാമകഥാപാട്ട്. അവ്വാടുതുറ അയ്യപ്പള്ളി ആശാൻ രചിച്ച ഒരു ജനകീയ മഹാകാവ്യമാണ് രാമകഥാപാട്ട്. തമിഴ് കലർന്ന തെക്കൻ തിരുവിതാംകൂറിലെ ഭാഷയാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. PK നാരായണപിള്ള ഭാഷാ പരിമളം എന്ന പേരിൽ വ്യാഖ്യാനത്തോടു കൂടി രാമകഥാപാട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പാട്ടുഭാഷയെ പിന്തുടർന്നുകൊണ്ട് ദ്രാവിഡ വൃത്തങ്ങളിൽ തന്നെയാണ് ഈ ഒരു കൃതി രചിച്ചിട്ടുള്ളത്. 279 ഭാഗങ്ങളിലായി 3163 ശീലുകളാണ് ഇതിനുള്ളത്. 279 ഭാഗങ്ങളിലായി 3163 ശീലുകളാണ് ഈ ഒരു രചനയ്ക്കുള്ളത്. ചന്ദ്രവളയം എന്ന വാദ്യോപകരണം ഉപയോഗിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാമകഥാപാട്ട് പാടി വരാറുണ്ടായിരുന്നു. ചന്ദ്രവളയം എന്ന വാദ്യോപകരണം ഉപയോഗിച്ചുകൊണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ രാമകഥാപാട്ട് പാടി വന്നിട്ടുണ്ടായിരുന്നു. അയ്യപ്പള്ളി ആശാനും സഹോദരൻ അയനപ്പിള്ള ആശാനും ഭാരതം പാട്ടിൻ്റെ കർത്താവായിട്ടുള്ള അയനപ്പള്ളി ആശാൻ, ഇവർ രണ്ടുപേരും കൂടി കോവളം കവികൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അയ്യപ്പള്ളി ആശാനെയും സഹോദരനായ അയനപ്പിള്ള ആശാനെയും, അതായത് ഭാരതം പാട്ടിൻ്റെ കർത്താവായിട്ടുള്ള അയനപ്പിള്ള ആശാനെയും കോവളം കവികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് രാമകഥാപാട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞ രാമചരിത്രത്തിൻ്റെ വിശുദ്ധ പഠനം, അതായത് രാമചരിത്രത്തെ വിശുദ്ധമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.